പല പല നൂറ്റാണ്ടുകളുടെ അത്യപൂർവ ചരിത്രം നിലനിൽക്കുന്ന സിറിയൻ മേഖലകളെ പറ്റിയാണ് ലോകം വീണ്ടും ചർച്ച ചെയ്യുന്നത്. കാലങ്ങളായി തുടർന്നു പോരുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇന്ന് പുതിയൊരു മാറ്റത്തിന് കൂടി തുടക്കമിടുന്നതായാണ് വാർത്തകൾ വരുന്നത്. സത്യത്തിൽ മധ്യപൂർവ്വ രാജ്യങ്ങളിൽ തീർത്തും സങ്കീർണമായ വംശീയവും മതപരവും രാഷ്ട്രീയവുമൊക്കെയായ പ്രശ്നങ്ങൾ കൊണ്ട് ഏറ്റവും കലുഷിതമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സിറിയ എന്ന് പറയാം. സിറിയയുടെ ആധുനിക ചരിത്രം എടുത്തു നോക്കിയാൽ എപ്പോഴും ഭരണകൂടങ്ങൾക്ക് അവിടെയുള്ള വിഘടിത വിഭാഗങ്ങളുടെ ഭീഷണികളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ജനസംഖ്യയിൽ 85% ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് എങ്കിലും അവരുടെ ഇടയിൽ തന്നെ പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ചു പുലർത്തുന്ന സുന്നി, അലാവീസ്, ദ്രൂസുകൾ, ഷിയ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾ പരസ്പരം വിഘടിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ പല അവസ്ഥകളും നമുക്ക് ഈ രാജ്യത്ത് കാണാവുന്നതാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിലും നമുക്ക് ഈ വിഘടനം കാണാവുന്നതാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ്, അർമേനിയൻ, ഗ്രിഗേറിയൻ, ഗ്രീക്ക് കത്തോലിക്ക തുടങ്ങി പല പല വിഭാഗങ്ങളിലായി അതും അങ്ങനെ നിലനിൽക്കുന്നു. ഇവരുടെയെല്ലാം പൊതുവായ ഭാഷ അറബി എന്നതായിരുന്നു ഇവരെയൊക്കെ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു ഘടകം. ഇതിൽ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട കുർദുകൾ, തുർക്കോമാൻകാർ എന്നിവർക്ക് സ്വന്തമായ ഭാഷയും സാംസ്കാരിക സാമൂഹിക നിലപാടുകളും ഉണ്ടായിരുന്നു എന്നുകൂടി കാണാവുന്നതാണ്. ചുരുക്കിയാൽ സങ്കീർണമായ വ്യത്യസ്തതകളുടെ ഒരു ലോകം കൂടിയാണ് ആധുനിക സിറിയ എന്ന് പറയാം. സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയിട്ട് കാലമേറെയായി. കൃത്യമായി പറഞ്ഞാൽ 2011 മുതൽ കലുഷിതമായ സാഹചര്യം തുടർന്നു പോവുകയാണ്. സിറിയയുടെ കലുഷിതമായ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനകീയ പിന്തുണയോടെ വളർന്നു വന്ന പാർട്ടിയാണ് ബാത്തിസ്റ്റ് പാർട്ടി എന്നത്. സംഘടനാ ശക്തിയിലും ജനകീയ പിന്തുണയിലും ബുദ്ധിജീവികളെയും യുവാക്കളെയും ഒക്കെ ആകർഷിച്ച ബാത്തിസ്റ്റ് പാർട്ടി ജനകീയ ആവശ്യങ്ങൾക്കായി നിലകൊണ്ടും കൃഷിഭൂമി കർഷകർക്ക് എന്ന ആവശ്യവുമായും അതിവേഗം സിറിയയിൽ വളരുകയുണ്ടായി. ഈ പാർട്ടിയിലൂടെ ഉയർന്നു വന്ന അലാവീസ് വിഭാഗത്തിലെ ഒരാളാണ് ഹാഫിസ് അൽ അസാദ് എന്നത്. 1970 സൈനിക മേധാവിയായ ഹാഫിസ് അൽ അസാദ് അധികാരം പിടിച്ചെടുത്തതോടെ ബാത്തിസ്റ്റ് പാർട്ടിയിലെ വിഭിന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും മിക്കവരും ഇദ്ദേഹത്തിന് കീഴിൽ അണിനിരക്കുകയും ചെയ്തു എന്ന് പറയാം. തുടർന്ന് ഇദ്ദേഹമായിരുന്നു 1971 മുതൽ 2000 അദ്ദേഹത്തിൻ്റെ മരണം വരെയും സിറിയയുടെ പ്രസിഡൻ്റായി തുടർന്നത്. ഇതിനിടയിൽ തൻ്റെ മകനായ ബാഷർ അൽ അസദിനെ അടുത്ത പിന്തുടർച്ചക്കാരനായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറം നിലവിലെ പ്രസിഡൻ്റായ ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡൻ്റായി മാറുകയുണ്ടായി. 7 വർഷത്തെ ഭരണകാലയളവൊക്കെ സ്വാഭാവികമായും കാറ്റിൽ പറത്തുകയും പ്രതിപക്ഷമില്ലാത്ത തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി ബഷർ അൽ അസദ് 2024 വരെയും സിറിയ ഭരിച്ചു എന്നുകൂടി പറയാം. എന്നാൽ ഇതിനിടയിൽ 2011 കാലത്തുണ്ടായ അറബ് സ്പ്രിങ്ങിൻ്റെ മാറ്റങ്ങൾ സിറിയയിലും സൃഷ്ടിക്കപ്പെടുകയും ബഷാർ അൽ അസദിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സിറിയയിലും വലിയ തോതിലുള്ള സമരങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. സർക്കാർ ഇതിനെയൊക്കെ ഉരുട്ടുമുഷ്ടികളാൽ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഈ ഒരു പ്രശ്നത്തിൻ്റെ അടുത്ത ഘട്ടമായി സിറിയയിൽ പല സായുധ സേനകളും രൂപപ്പെടുകയാണ്. ഇവർക്ക് പല ദേശങ്ങളിൽ നിന്നും പിന്തുണയും ലഭിച്ചതായി കാണാം. അപ്രകാരം പല ഗ്രൂപ്പുകൾ ചേർന്ന് സൃഷ്ടിക്കപ്പെട്ട സായുധ സംഘങ്ങൾ സിറിയയിൽ ഒരു സായുധ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചെന്ന് പറയാം. 2012 പകുതിയോടെ തന്നെ ഫ്രീ സിറിയൻ ആർമി എന്ന നിലയിൽ ആക്രമണങ്ങളും നടത്തുകയുണ്ടായി. ഇവർക്ക് നാറ്റോയും പല ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ആയുധങ്ങളും മറ്റും നൽകി സഹായിക്കുകയും ചെയ്തു. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട റബൽ ഫോഴ്സസ് തുടക്കകാലങ്ങളിൽ നടത്തിയ ഒഫൻസീവ് അറ്റാക്കുകളിൽ സിറിയയുടെ പല ദേശങ്ങളും കീഴടക്കുകയുണ്ടായി. 2013 റാഖ്, 2015 ഇദ്ലിബ് തുടങ്ങിയവയൊക്കെ റബൽ ഫോഴ്സസിൻ്റെ നിയന്ത്രണത്തിലാവുകയുമുണ്ടായി. സിറിയയ്ക്ക് പ്രധാനമായും സഹായങ്ങൾ നൽകിയിരുന്നത് റഷ്യയും ഇറാനുമായിരുന്നു എന്നതോർക്കുക. 2015ഓടെ കൂടുതലായി രംഗത്തിറങ്ങിയ ഇരുവരിലൂടെ സിറിയൻ ഗവൺമെൻറ് തിരിച്ചടിക്കാൻ ആരംഭിച്ചു. 2018 കാലത്തോടെ ഇദ്ലിബ് മേഖല ഒഴികെ 2/3 ഭാഗവും ബാഷർ അൽ അസദിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വരികയുണ്ടായി. ഇതിനിടയിൽ 2014 കാലത്ത് ഇരുവർക്കുമെതിരെ പോരടിച്ചുകൊണ്ട് IS അഥവാ ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയിലെ പല മേഖലകളിൽ സാന്നിധ്യമാവുകയുണ്ടായി. അവിടെ അമേരിക്ക തന്നെ ഇടപെട്ട് അവരെ തകർക്കുന്ന അവസ്ഥയുമുണ്ടായി. 2018 സിറിയൻ ആർമി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്തു. വിമതസേനയെ തകർക്കാനുള്ള ഒഫൻസീവ് അറ്റാക്കുകൾ തുടരുകയുമുണ്ടായി. ഇതിനിടയിൽ 2020 തുർക്കി പ്രസിഡന്റ് എർദോഗനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഒക്കെ ചേർന്നുള്ള സംയുക്ത ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയാവുകയുണ്ടായി.
ഇദ്ലിബ് ഒഴികെ മിക്ക പ്രദേശങ്ങളും തിരിച്ചുപിടിച്ചതുകൊണ്ട് തന്നെ സിറിയൻ ആർമിയുടെയും ബഷർ അൽ അസദിൻ്റെയും വിജയമായി കൂടി ഇത് മാറുകയാണ്. യുദ്ധസമയത്ത് ഒട്ടേറെ അഭയാർത്ഥികൾ തുർക്കിയിലെത്തിയതും എന്നാൽ അവരെ തിരിച്ചു വരാൻ ബഷർ അൽ അസദ് താൽപ്പര്യം പ്രകടിപ്പിക്കാതിരുന്നതും തുർക്കിക്ക് അഭയാർത്ഥി പ്രശ്നങ്ങളുടേതായ രീതിയിൽ ഒരു പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതിന് കൂടി കാരണമായി എന്ന് ഇവിടെ ഓർക്കുക. ഏതായാലും 2011 മുതലുള്ള സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ 5 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെടുകയുണ്ടായി. അതിൽ ഭൂരിഭാഗവും സാധാരണ ജനങ്ങളുമായിരുന്നു. ദശലക്ഷക്കണക്കിന് സിറിയൻ ജനത ഒന്നുമില്ലാതെ പലായനം ചെയ്യേണ്ടതായ അവസ്ഥകളും അവിടെ രൂപപ്പെട്ടു. 2020 വെടിനിർത്തൽ കരാറിനിപ്പുറവും കഴിഞ്ഞ കുറച്ചു കാലം വരെയെങ്കിലും ബാഷർ അൽ അസദ് ഒരു വിജയിയായി തന്നെ ഇവിടെ തുടർന്നു എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ വിമതസേനയുടെ ദ്രുതഗതിയിലുള്ള ആക്രമണത്തിൽ സിറിയയിലെ നിർണായക നഗരങ്ങൾ ഉൾപ്പെടെ വീഴുകയും പ്രതിരോധിക്കാനാവാതെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നിൽക്കാതെ സിറിയൻ സൈന്യം പിന്മാറുന്നതും രക്ഷപ്പെടുന്നതുമൊക്കെയാണ് ലോകം കണ്ടത്. ചരടുവലികളിൽ ബാഷർ അൽ അസദിനെ കൈവിട്ടതാണോ എന്ന് പറയുകയും സാധ്യമല്ല. ഏതായാലും ദമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങിയ വിമതസേന തലസ്ഥാനം പിടിച്ചെടുത്തെന്നും ഭരണകൂടം വീണിരിക്കുന്നു തുടങ്ങി പല വാർത്തകളും വന്നു തുടങ്ങി. മറ്റൊരർത്ഥത്തിൽ 25ഓളം വർഷങ്ങളായി ഒരു ഏകാധിപതിയെപ്പോലെ സിറിയയിൽ ഭരണം നടത്തുന്ന ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം വീണിരിക്കുന്നു എന്നത് തന്നെ. സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചാൽ തന്നെ സിറിയയിൽ സമാധാനം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇനിയൊരു വികസനം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവുമെന്നോ തുടങ്ങി ഒന്നും തന്നെ ആർക്കും പറയാനാവില്ല എന്ന അവസ്ഥയിലേക്കാണ് സിറിയയിലെ കാര്യങ്ങൾ പോകുന്നത്. സിറിയയുടെ സങ്കീർണമായ വംശീയവും മതപരവുമായ ഘടകങ്ങളൊക്കെ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം. നിലവിലെ ഭരണകൂടത്തിൽ കൂടുതലായും അലാവിസ് വിഭാഗം നിലകൊള്ളുന്നുവെങ്കിൽ വിമതസേന സുന്നി ഇസ്ലാമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിശദമാക്കാം. ബാഷർ അൽ അസദ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാഫിസ് അൽ അസദ് എന്നിവർ ഉൾപ്പെട്ട അസദ് ഫാമിലി എന്നത് 1970 മുതൽ സിറിയ ഭരിക്കുന്നവരാണല്ലോ. ഇവർ എന്നത് ഷിയ വിഭാഗത്തിലൊക്കെ പെടുന്ന അലാവിസ് എന്ന സിറിയയിലെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ്. എങ്കിലും ഈ ഭരണകൂടം മതാടിസ്ഥാനത്തിലൊന്നും അല്ലാത്തതുകൊണ്ടും അസദ് കുടുംബത്തിനുള്ള വലിയ ജനപിന്തുണ കൊണ്ടും ഭരണം തുടർന്നു പോരുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അലാവിസ് ജനത ഉൾപ്പെട്ട മേഖലകളിലൊക്കെ ഇപ്പോഴും അസാദിന് തന്നെയാണ് പ്രാധാന്യം എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ബാഷർ അൽ അസദിൻ്റെ സിറിയയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഇറാൻ എന്നത് ഒരു ഷിയ രാജ്യമാണല്ലോ. ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ള ഹിസ്ബുള്ളയിലേക്ക് അഥവാ ലെബനനിലേക്ക് എത്താൻ ഇറാൻ ഉപയോഗിക്കുന്നത് സിറിയൻ പ്രദേശങ്ങളെയുമാണ്. സിറിയൻ സൈന്യത്തിനു വേണ്ടി ഹിസ്ബുള്ളയും ഇറാനുമൊക്കെ കാര്യമായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഹിസ്ബുള്ളയ്ക്കുള്ള എല്ലാ ആയുധങ്ങളും ഇറാൻ നൽകുന്നത് സിറിയയിലൂടെയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഹിസ്ബുള്ള ആയിരക്കണക്കിന് പോരാളികളെ അസദിനു വേണ്ടി പോരാടാൻ ആഭ്യന്തര യുദ്ധകാലത്ത് അണിനിരത്തിയത്. ചുരുക്കിയാൽ ഇസ്രയേലിനെതിരെയുള്ള നീക്കങ്ങളിൽ സിറിയ എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരിടമാണ്. ഒപ്പം അവരെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഉണ്ടാവണം എന്നതും അവരാഗ്രഹിക്കുന്നു. സ്വാഭാവികമായും സുന്നി ഇസ്ലാമിൽപ്പെട്ട വിമത മേഖലകൾക്ക് ആരൊക്കെ ഫണ്ടിങ് നൽകുമെന്നും ആയുധ സഹായങ്ങളുമൊക്കെ നൽകുമെന്നതൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ. ഇനി റഷ്യയാണ് സിറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സൗഹൃദ രാജ്യമെന്ന് പറയാം. സിറിയ റഷ്യ ബന്ധം ചരിത്രത്തിൽ തന്നെ ഉള്ളതുമാണ്. മിഡിൽ ഈസ്റ്റിലെ റഷ്യൻ സാന്നിധ്യത്തിന് സിറിയയെ പ്രധാനപ്പെട്ട ഒരു മേഖലയായും റഷ്യ കാണുന്നുണ്ട്. ആഭ്യന്തര യുദ്ധം തുടങ്ങിയതിനപ്പുറം ആദ്യം ആയുധങ്ങളും ഫൈറ്റർ ജെറ്റുകളും എയർ റെയ്ഡുകളും ഒക്കെ നടത്തിയും പിന്നീട് നേരിട്ടിറങ്ങിയും റഷ്യ അസദിനൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും സിറിയ, ചൈന, റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ഇവർ എതിരാളി തന്നെയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ബാഷർ അൽ അസദിന് പലതരത്തിലുള്ള ഉപരോധങ്ങളും കഴിഞ്ഞ കാലത്ത് നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ കുറച്ചു കാലം വരെയും ബാഷർ അൽ അസദാണ് വിജയിച്ചു നിന്നിരുന്നത് എന്ന് പറയുകയുണ്ടായല്ലോ. അതിന് പൊടുന്നനെ ഒരു മാറ്റം വരാനും കാരണങ്ങളുണ്ടാവണം. അത് കണ്ടെത്തുക എളുപ്പവുമാണ്. ഇസ്രയേൽ ഹമാസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രയേലുമായി പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല നടപടികളും എടുത്ത് അവരതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇനി ഹിസ്ബുള്ളയാകട്ടെ ഇസ്രയേലിൻ്റെ പ്രഹരത്തിൽ മിക്ക നായകരുമൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു വിഭാഗത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായും ഇവരിൽ നിന്ന് പെട്ടെന്ന് കൂടുതൽ ട്രൂപ്പുകളെ സിറിയയ്ക്കായി നൽകാൻ സാധിക്കുകയില്ലല്ലോ. മറ്റൊരു രാജ്യമായ റഷ്യയാണെങ്കിൽ ഉക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധത്തിൽ തുടരുകയാണ്. അവിടെയും അതുപോലെ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നു. സ്വാഭാവികമായും വിമതസേനയുടെ മിന്നലാക്രമണത്തെ തടയാനായി
പെട്ടെന്നൊരു സൈന്യത്തെ കൊണ്ടുവരിക എന്നത് ബാഷർ അൽ അസദിന് വലിയ പ്രതിസന്ധി തന്നെയായി നിലകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ബാഷർ അൽ അസദിൻ്റെ പാളയത്തിലെ ചിലരെങ്കിലും അദ്ദേഹത്തെ താഴെയിറക്കാനായി വന്നിട്ടുള്ള ഈ ഒരു അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് വിമതസേനയെ ബന്ധപ്പെട്ടിട്ടുമുണ്ടാകണം. അതിൻ്റെയൊക്കെ ഉദാഹരണമായി സൈന്യത്തിൻ്റെ പിന്മാറലുകളെ കൂടി നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇത് വിമതസേനയും അവരെ പിന്തുണയ്ക്കുന്ന ശക്തികളുമൊക്കെ നോക്കിക്കാണുകയും ഇതിലും നല്ലൊരു അവസരമില്ല എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഴ്ചകൾ മുന്നേ തന്നെ വിമതസേന മുന്നേറ്റം നടത്താൻ ഒരുങ്ങിയതായും അത് തുർക്കി ഇൻ്റലിജൻസ് കണ്ടെത്തിയതായും തുടർന്ന് തുർക്കിയുടെ പിന്തുണയടക്കം ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട്. ആലപ്പോ പിടിച്ചെടുക്കുന്നതിലൊക്കെ ഇത് നിർണായകമായതായും പറയുന്നു. സിറിയയെ താറുമാറാക്കുന്ന രീതിയിൽ ഒരു മികച്ച വിമത മുന്നേറ്റമുണ്ടായാൽ അത് അസദിനെ പ്രതിസന്ധിയിലാക്കുമെന്നും തുർക്കിയിലെത്തിയിട്ടുള്ള അഭയാർത്ഥികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് അസദുമായി ഒരു സന്ധി സൃഷ്ടിക്കാമെന്നും തുർക്കി കരുതുകയുണ്ടായി. അതുപോലെ തുർക്കി അതിർത്തി മേഖലകളിൽ ഉയർന്നു വന്നിട്ടുള്ള കുർദിഷ് വിഭാഗത്തിനെ തടയാനും അസദിന് ഒരു തിരിച്ചടി നൽകാനും മറ്റൊരു വിമത മുന്നേറ്റം ഉണ്ടാവണമെന്നും തുർക്കി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതിനായുള്ള പിന്തുണയും അവർ നൽകുന്നു. ഇനി ദമാസ്കസ് പിടിച്ചടക്കിയെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിമതസേനയെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. അവരറിയപ്പെടുന്നത് ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTS എന്ന നിലയിലാണ്. ബാത്തിസ്റ്റ് പാർട്ടി അഥവാ ബാഷർ അൽ അസദിനെ താഴെ ഇറക്കുക, ഹിസ്ബുള്ളയെ സിറിയൻ മേഖലയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ഇവർ പ്രവർത്തനം തുടങ്ങിയത് എന്ന് പറയാം. സുന്നി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഇവരെ US ഗവൺമെൻറ്റൊക്കെ തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതായാലും നവംബർ 26-ന് വിമതസേന ആലപ്പോ നഗരം ആക്രമിക്കുകയും 30-ഓടെ ആലപ്പോ പിടിച്ചെടുക്കുകയുമുണ്ടായി. 2016 മുതൽ ആലപ്പോയിൽ നിലവിലുള്ള സിറിയൻ സൈന്യം കൗണ്ടർ ഒഫൻസീവ് ഉടനെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് കണ്ടത് വിമതസേനയുടെ അതിവേഗം കൂടിയായിരുന്നു. ഡിസംബർ 5-ന് ഹമ കീഴടക്കിയ വിമതസേന ദമാസ്കസ് ലക്ഷ്യമാക്കി. ഇന്നത്തെ വാർത്തകളൊക്കെ അനുസരിച്ച് ദമാസ്കസ് തന്നെ വീണതായും നിലവിലെ ഭരണകൂടം വീണതായും നിലവിലെ പ്രസിഡന്റായ ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. സിറിയയിലെ അധികാര കൈമാറ്റം എങ്ങനെയാവുമെന്നും പുതിയ സിറിയ എങ്ങനെ ഉണ്ടാവുമെന്നും കണ്ടു തന്നെ അറിയണം. മധ്യപൂർവ്വ രാജ്യങ്ങളിൽ തീർത്തും സങ്കീർണമായ വംശീയവും മതപരവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായിട്ടുള്ള ഈ ഒരു രാജ്യം ഇതിനെയൊക്കെ തരണം ചെയ്യുക എങ്ങനെയെന്നത് സംശയം തന്നെയാണ്. കാരണം ഈ മേഖലയിലെ അവസ്ഥ എപ്പോഴും ഈ ഒരു രീതിയിൽ സങ്കീർണമായി തുടരുകയാണ്. തുർക്കി വിമതരെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ കുർദിഷ് മുന്നേറ്റത്തെ എതിർക്കുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബാഷർ അൽ അസദിനെയും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തെയും എതിർക്കുമ്പോൾ തന്നെ വിമതസേനയിലെ പ്രധാനപ്പെട്ട HTSനെ തീവ്രവാദ സംഘടനയായും കണക്കാക്കുന്നു. സിറിയയിൽ ഏത് രീതിയിലേക്ക് മാറ്റങ്ങൾ വരണമെന്ന് അമേരിക്ക പോലും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാം. കാരണം ഇവിടെ ഒരു വിഭാഗം പൂർണ്ണ വിജയം നേടിയാൽ അത് മറ്റൊരു വിഭാഗത്തിൻ്റെ അടിച്ചമർത്തലിന് കാരണമാകും. സ്വാഭാവികമായും അത് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. അലാവീസ് ഷിയ വിഭാഗങ്ങളിൽ നിന്ന് ഭരണവും സ്വാധീനവുമൊക്കെ സുന്നി ഇസ്ലാം ഗ്രൂപ്പുകളിലേക്ക് പോകുന്നത് ഇറാനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ വലിയ തിരിച്ചടിയാണ്. ഒപ്പം അത് സിറിയയിൽ തന്നെ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അധികാര കൈമാറ്റവും ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടാവുമോ അതോ ഭരണം നേരിട്ട് പിടിച്ചെടുക്കുമോ തുടങ്ങി പുതിയ സിറിയ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ കണ്ടു തന്നെ അറിയണം.